Hello dear friends. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുവൈറ്റിലുള്ള ഗ്രാൻഡ് അവന്യൂസ് മാളിന്റെ വിശേഷങ്ങളാണ്. കുവൈറ്റിലെ ഏറ്റവും വലിയ ലക്ഷറി മാളായിട്ടുള്ള ഗ്രാൻഡ് അവന്യൂസ് മാളിന് ICSCയുടെ ഗോൾഡ് വിന്നർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈനിങ് ആണ്. അത്രയും ലക്ഷറി ആയിട്ടുള്ളതും അത്രയും ഭംഗിയായിട്ടുള്ള ഡിസൈനിങ് ആണ് ഇതിൽ ഇവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. തികച്ചും യൂറോപ്പിൽ വന്നിരിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഈ മാളിൻ്റെ ഉള്ളിൽ കയറിയാൽ. നമ്മൾ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു മാളിലാണെന്ന് നമുക്ക് തോന്നേയില്ല. അതുപോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. കാരണം അത്രയും ഹൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മാളിൽ തന്നെ പല ഏരിയയിലും ഇതുപോലെ സ്ട്രീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർ. അപ്പോൾ നമ്മൾ യൂറോപ്പിലൂടെ പോകുമ്പോൾ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ നിറയെ അപ്പുറം ഇപ്പുറയുള്ള ഇതുപോലെയുള്ള കടകൾ ആ ഒരു രീതിയിലാണ് കുറേ സ്ഥലങ്ങളിൽ കുറേ ഏരിയയിൽ അവർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ മാളിൽ കയറി ചുറ്റി നടന്ന് നമുക്ക് തീരില്ല കേട്ടോ. അത്രയും വലിപ്പത്തിലാണ് ഈ മാളിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നിട്ട് ഞങ്ങൾ രാത്രി 8 മണിക്കാണ് ഇവിടെ നിന്ന് പോരുന്നത്. പക്ഷേ എന്നിരുന്നിട്ടും കുറേ ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റിയില്ല. അത്രയും നമുക്ക് സമയം കിട്ടിയില്ല. ഓരോ ഏരിയയിലേക്ക് വരുമ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള റൂഫിങ്ങും അതുപോലെ തന്നെ ഫ്ലോർ ഡിസൈനിങ്ങുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓരോരോ ഏരിയയിലെയും ഡിസൈനിങ്ങും അതിൻ്റെ സ്ട്രക്ചറും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഇത് നോക്കി, ഇതൊരു നല്ല മിറർ വർക്ക് പോലെയുള്ള ഒരു ഡിസൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പോകാനായിട്ട് ചെറിയൊരു എസ്കലേറ്റർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളഞ്ഞ രീതിയിലുള്ള ഒരു എസ്കലേറ്റർ 2 ഭാഗത്ത് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ എസ്കലേറ്ററിലൂടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്രമാത്രം ഹൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇതൊരു വേറൊരു ഭാഗമാണ്. ഇതുപോലെയുള്ള കുറേ ഭാഗങ്ങളിൽ ഇതുപോലെ അവർ വെർട്ടിക്കൽ ഗാർഡന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ചെടികളെല്ലാം വെച്ച് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ചെടികൾ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികളെല്ലാം തന്നെ നല്ല രീതിയിലാണ് അവർ പരിപാലിക്കുന്നത് കേട്ടോ. ഒരു തരത്തിലുള്ള ഒരു ചെടിക്ക് ഒരു വാടലോ ഒന്നും തന്നെ ഇല്ല. അത്രയും നല്ല സ്ട്രെങ്ത്തിലാണ് എല്ലാ ചെടികളും നിൽക്കുന്നത്. എൻ്റെ ക്യാമറ ഓൾറെഡി ഫുള്ളായതുകൊണ്ട് കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് വേറൊരു ഏരിയയാണ് കേട്ടോ. നമുക്കിതിന് താഴേക്ക് പോകാം, മുകളിലേക്ക് പോകാം, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എനിക്ക് കുറേ ഒന്നും പിടിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ഗ്രാൻഡ് അവന്യൂസ് മാളിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഷോപ്പുകളാണെങ്കിലും ഷോപ്പിൻ്റെ സൈഡിൽ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ അവർ ഇത്രയും ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഷോപ്പിൻ്റെയും സൈഡ് ഭാഗങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഭാഗങ്ങളുമാണ്. കുറേ ചിപ്പ് വർക്കുകളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കുട്ടികളുണ്ടാക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സില്ലേ, ആ ഒരു ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്. കണ്ടോ, ഓരോ ഷോപ്പുകളും അത്രയും ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇതെല്ലാം ഒരു സീക്വൻസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അവിടെ ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാനിൻ്റെ ആ ഒരു കാറ്റ് കൊണ്ടാണ് ആ സീക്വൻസ് മൂവ് ചെയ്യുന്നത്. ഇതൊരു വേറെ ഏരിയ ആണ്. ഇവിടെ ബ്രൈറ്റ് ലൈറ്റൊക്കെ മാറിയിട്ട് ഒരു ബ്ലൂ കളറിലെ ലൈറ്റും അതുപോലെ തന്നെ ചെറിയ ഗോൾഡൻ കളറിലെ ലൈറ്റുകളും വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറയെ ചോക്ലേറ്റ് ഫാക്ടറീസ് പോലെ എല്ലാം ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ എഴുതിയ കുറേ ഷോപ്പുകൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ലൈറ്റൊന്നും സീരിയൽ ബൾബ് അല്ല കേട്ടോ, നല്ല വലിയ ബോൾ പോലെയുള്ള ലൈറ്റുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. നമ്മൾ അടുത്ത് പോയാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റ്സ് അതുപോലെ തന്നെ സ്നാക്ക് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ എല്ലാം ഉണ്ട് കേട്ടോ. എവിടെ ഇരുന്നാലും നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡ് വേണമെങ്കിലും, ചൈനീസോ ഇറ്റാലിയനോ ഏത് തരത്തിലുള്ള ഫുഡും നമുക്ക് ലഭിക്കും.
ഇതൊക്കെ ഒരു വേറെ ഏരിയ ആണ്. ഇവിടെ വലിയ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് പോലെയുള്ള കുറേ ലാമ്പുകൾ പല ഭാഗത്തും ഇതുപോലെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്, കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പഴയ മോഡൽസ് കാറുകൾ 1962, 1959 ആ ഒരു പഴയ മോഡൽ കാറുകൾ പല ഭാഗത്തായിട്ട് ഇവർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും പല ഏരിയയിലും ഞങ്ങൾ കറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ കുറേ കാറുകൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാള് തന്നെയായിരിക്കും. അതുപോലെ കുവൈറ്റിലുള്ളവരെല്ലാവരും തന്നെ ഈ മാള് വന്നിട്ടുണ്ടാവും. ഇൻ കേസ് ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗ്രാൻഡ് അവന്യൂസ് മാള്. ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെ കുറഞ്ഞിട്ട് നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. ഇവിടെ ആണെങ്കിൽ നിറയെ ചെടികളാണ് കേട്ടോ, നിറയെ പ്ലാന്റ്സ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴും അതിൻ്റെ റൂഫ് സ്ട്രക്ചറും അതിൻ്റെ ഫ്ലോർ സ്ട്രക്ചറും ഒക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എവിടെയും നല്ല രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറമേ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവന്യൂസ് മാളിൽ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് 3-4 ബേസ്മെന്റ് തന്നെ ഉണ്ട്. അപ്പോൾ ബേസ്മെന്റിലൂടെ നമ്മൾ മുകളിലേക്ക് എസ്കലേറ്റർ വഴി പോരുമ്പോൾ അത് നമ്മൾ വരുന്ന ആ ഗേറ്റ് നമ്പർ എത്രയാണെന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ആ ഗേറ്റ് നമ്പറിലൂടെ തന്നെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന അതേ ഏരിയയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരം വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവന്യൂസ് മാളിൽ നിന്ന് തിരിച്ചു പോരുവാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള ഗ്രാൻഡ് അവന്യൂസ് മാളിൻ്റെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.